അഹ്ലുൽ അബാ എന്ന് പറഞ്ഞാൽ ഹബീബായ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലുൽ അബാ ആകുന്ന അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്തിന്റെ മൗലിദ്. അതിലാദ്യ ഒരു പദ്യം കാണാ, ലീ ഖംസത്തുൻ ഉതുഫി ബിഹാ ഹർറൽ വബാഇൽ ഹത്മ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. എന്താ പറഞ്ഞ്? ഞങ്ങൾക്ക് ഭയപ്പെടാനില്ല, 5 ആളുകൾ ഞങ്ങൾക്കുണ്ട്. ഒന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 അലി ഇബ്നു അബീ ത്വാലിബ് വബ്നാഹുമാ, അവരെ 2 മക്കൾ ഹസൻ ഹുസൈൻ വൽ ഫാത്തിമ, ഫാത്തിമ ബീവി ഉണ്ട്. ഈ 4 ആളുകളെ പ്രത്യേകം പേര് പറഞ്ഞ്, 5 ആളുകളെ പ്രത്യേകം പേര് പറഞ്ഞ് കാവലായി പാടുകയാണ് ആളുകൾ. ഇത് മർക്കസിൽ നിന്നിറങ്ങിയ PP ഉസ്താദ് മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ ഇറക്കിയ മൗലിദിലും നമ്മളൊക്കെ ചെല്ലുന്ന ബൈത്തുകളല്ലേ. എന്നാൽ ഈ ബൈത്തിനെ സംബന്ധിച്ച് അതാ കേരളത്തിലെ ഒരു പണ്ഡിതൻ ഖലീൽ തങ്ങളുടെ മഅ്ദിനിലെ മുദർരിസ്, ഇവരെ പ്രധാനപ്പെട്ട നേതാവ് ഈ അടുത്ത് നടത്തിയ പ്രസംഗം ഈ ബൈത്ത് ഷിയാക്കളുടെ ബൈത്താണത്രേ, ഷിയാക്കളുടെ ബൈത്താണത്രേ. ഇത് കേട്ടോളൂ. ചെങ്കൊന്നും അറിയില്ല, നല്ല സുന്യതാണ്. പക്ഷെ ഇത് നല്ലൊരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് ശേഷം ഫാത്തിയൊക്കെ ഓതിയിട്ട് അവസാനം കിടക്കുന്നതിന് മുമ്പ് ചില ലീ ഖംസത്തുൻ തുഫീ ബിഹാ ഹർറൽ വബാഇൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് 5 വട്ടം ചൊല്ലിയിട്ടേ കിടക്കുള്ളൂ. അതിനെന്താ കേട്? നല്ല തന്നെയല്ലേ? അല്ല, നല്ലതല്ല. എന്തുകൊണ്ട്? ഈ 5 ആളേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മുർത്തള അലി റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഫാത്തിമ റളിയല്ലാഹു. അതിന് മുമ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിടെ പോയി, ഒന്നുമില്ല. അതെന്നെ ചെയ്യാണെന്നുള്ളതിന്റെ തെളിവ്. എന്താ അദ്ദേഹം പറഞ്ഞേ? ഈ ബൈത്ത് ഷിയാക്കളുടെ ബൈത്താണ്, ഷിയാക്കളെ ബൈത്താണ്. ഈ മർക്കസ് നിറങ്ങുന്ന മൗലിദിൽ എങ്ങനെയാ ബൈത്ത് വന്ന്? അതെങ്ങനെ ഷിയാക്കളെ ബൈത്ത്? ഒന്ന് എല്ലാവരും ഉറക്കെ ചൊല്ലിയത്, ലീ ഖംസത്തുൻ തുഫീ ബിഹാ ഹർറൽ വബാഇൽ ഹത്മ അൽ മുസ്തഫ വൽ മുർത്തള വബ്നാഹുമാ വൽ ഫാത്തിമ. ഇത് ഷിയാക്കളുടെ ബൈത്തോ? ഇത് അഹ്ലുസ് സുന്നന്റെ ബൈത്താ. അപ്പൊ ഇയാൾ ചോദിക്കവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇത് അഹ്ലുൽ അബാഇനെ പറയുന്നതാണ്. ഞങ്ങൾ അഹ്ലുൽ അബാഇ പറഞ്ഞാൽ എന്താ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലിയാരെ വിളിച്ചു, ഒരു പുതപ്പിന്റെ ഉള്ളിലാക്കി. ഹസൻ ഹുസൈൻ 2 ആളെയും ആ പുതപ്പിലേക്ക് പിന്നെ ചേർത്തു. ഫാത്തിമ ബീവിയെയും ആ പുതപ്പിന്റെ ഉള്ളിലാക്കി. ഹബീബായ തങ്ങളും ആ പുതപ്പിന്റെ ഉള്ളിൽ. അപ്പൊ ആ പുതപ്പിന്റെ ഉള്ളിലുള്ള 5 ആളുകൾ, അതാണ് അഹ്ലുൽ അബാ. അഹ്ലുൽ അബാഇനെ വിളിക്കുമ്പോ അവരാ വരിക.